നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൃശൂർ പുതുക്കാട്, ചെങ്ങാലൂർ, കുണ്ടുക്കടവ്, ആറ്റപ്പള്ളി പ്രദേശങ്ങളിലുണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. 4 വീടുകളിലും ഒരു കാറിന് മുകളിലും മരങ്ങൾ കടപുഴകി വീണു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 61ാമത് ഓണാഘോഷം ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന കലാമത്സരങ്ങളുടെ ഭാഗമായി ചിത്രരചനാ മത്സരങ്ങൾ നടന്നു. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് മെറിറ്റ് ഡേ തൃശൂർ റൂറൽ SP ഡോക്ടർ നവനീത് ശർമ്മ ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 3ാം വാർഡിൽ ആരംഭിക്കാൻ പോകുന്ന ഡോക്ടർ BR അംബേദ്കർ ഗ്രാമീണ വായനശാലയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി. SNDP യോഗം അവണിശ്ശേരി ശാഖയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും മുതിർന്ന ശാഖാ അംഗങ്ങളെ ആദരിക്കുകയും ചികിത്സാ സഹായ വിതരണം നടത്തി. വാർത്തകൾ വിശദമായി. തൃശൂർ പുതുക്കാട്, ചെങ്ങാലൂർ, കുണ്ടുക്കടവ്, ആറ്റപ്പള്ളി പ്രദേശങ്ങളിലുണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. നാല് വീടുകളിലും ഒരു കാറിന് മുകളിലും മരങ്ങൾ കടപുഴകി വീണു. SN പുരം ഒല്ലുക്കാരൻ പോൾ, കൊരട്ടിക്കാരൻ അമ്മിണി, ചുള്ളിപ്പറമ്പിൽ മനോജ്, നന്ദിപുലം മൂക്കുപറമ്പിൽ അശോകൻ എന്നിവരുടെ വീടിന് മുകളിലാണ് മരം വീണത്. ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണ് നിരവധി വൈദ്യുതി പോസ്റ്റുകളും തകർന്നു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 61ാമത് ഓണാഘോഷം ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന കലാമത്സരങ്ങളുടെ ഭാഗമായി ചിത്രരചനാ മത്സരങ്ങൾ നടന്നു. ആനക്കോട്ടയിലെ ആനകളെ സന്ദർശിക്കുന്നത്. അപ്പൊ അതില് നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് അനുയോജ്യമായ പശ്ചാത്തലം അതൊന്നും പിന്നെ പറയേണ്ട കാര്യമില്ല. ഒക്കെ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ഏറ്റവും ഭംഗിയാവുന്ന രീതിയിൽ നിങ്ങൾ വരയ്ക്കുക. അപ്പൊ നിങ്ങൾ ഈ മനുഷ്യരൂപങ്ങള് മുമ്പിലേക്ക് കാണിക്കാതെ മറ്റൊരു രീതിയിൽ കാണിച്ച് ഗംഭീരാക്കി കഴിഞ്ഞാൽ അതിന്റെ രീതിയല്ല. അപ്പൊ നമുക്ക് എല്ലാം നല്ല ഭംഗിയില്ല. അറേഞ്ച്മെന്റ് ആണ് ഏറ്റവും പ്രധാനം കേട്ടോ. അപ്പൊ സബ്ജക്ട് ഇതിലുണ്ടാവും. അപ്പൊ ഞങ്ങൾ പറഞ്ഞുള്ള സബ്ജക്ട് ഇതിൽ ഉൾക്കൊള്ളണം. 2 മണിക്കൂറല്ലേ സമയം. അപ്പൊ കാര്യങ്ങള് സമയം സ്റ്റാർട്ട് ചെയ്തോളൂ. PK നിഖിൽ, NV വിജയരാജ്, ജോയിന്റ് സെക്രട്ടറി CS വൈശാൽ, TR ഹയൻസ്, പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ്, ഓണാഘോഷ ഗ്രാമോത്സവം കമ്മിറ്റി പ്രസിഡന്റ് ഷാജു പില്ലിശ്ശേരി, കൺവീനർ മനോജ് കടവിൽ, പബ്ലിസിറ്റി കൺവീനർ സലീഷ് നടുവിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മദ്യം, മയക്കുമരുന്ന്, സൈബർ കുറ്റങ്ങൾക്കെതിരെ സ്കൂൾ കോളേജുകൾ തോറും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുമെന്നും അതിനായി പോലീസ് സേവനങ്ങൾ ലഭ്യമാക്കുമെന്നും തൃശൂർ റൂറൽ SP ഡോക്ടർ നവനീത് ശർമ്മ പറഞ്ഞു. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എപ്പോഴും ഒരു വലിയ എയിമുണ്ടാവും, ഹൈ എയിമുണ്ടാവും. പക്ഷെ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി അത് എങ്ങനെ പറയാം, ബ്രേക്ക് ഡൗൺ ചെയ്ത് ചില ഗോൾസ് ബ്രേക്ക്. ഫോർ എക്സാമ്പിൾ, എനിക്ക് പുറത്ത് പോയിട്ട് 5 കിലോമീറ്റർ ഓടാനുണ്ടെങ്കിൽ 4 കിലോമീറ്റർ പോയിട്ട് 5 കിലോമീറ്റർ എനിക്ക് ഓടാൻ പറ്റില്ല. പക്ഷെ ഈ 5 കിലോമീറ്റർ ഞാൻ 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 3 കിലോമീറ്റർ അങ്ങനെ വിഭജിച്ച് ഡെയിലി കുറച്ച്
ട്രൈ ചെയ്താൽ എനിക്ക് ഒരു മാസത്തിനകത്ത് തീർച്ചയായിട്ടും 5 കിലോമീറ്റർ അല്ലെങ്കിൽ 6 മാസത്തിനകത്ത് തീർച്ചയായിട്ടും 5 കിലോമീറ്റർ അച്ചീവ് ചെയ്യാൻ പറ്റും, ഓടാൻ പറ്റും. അതുപോലെ തന്നെ അക്കാഡമിക്സ്, നിങ്ങൾക്ക് ചിലപ്പോൾ നീറ്റ് ആയിരിക്കും, IIT JEE ആയിരിക്കും, PSC ആയിരിക്കും, അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് നല്ല കോളേജിൽ പഠിക്കാനുള്ള ഒരു എയിമായിരിക്കും. ആ എയിം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഫ്രണ്ടിലുണ്ടാവണം. ആ എയിം അച്ചീവ് ചെയ്യാൻ വേണ്ടി എപ്പോഴും എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് പ്രദീപ് വലിയങ്കോട്, ഡയറക്ടർമാരായ AS ഉണ്ണികൃഷ്ണൻ, ഷാജി കള്ളിയത്ത്, അബ്ദുൽ മജീദ്, KK രാമൻ, PJ എഡിസൺ, C അനിത, ലത സുരേന്ദ്രൻ, സെബാസ്റ്റ്യൻ ചാക്കോ, സെക്രട്ടറി AS രേഖ എന്നിവർ സംസാരിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിൽ ആരംഭിക്കാൻ പോകുന്ന ഡോക്ടർ BR അംബേദ്കർ ഗ്രാമീണ വായനശാലയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി സുമനസ്സുകൾ. അവണിശ്ശേരി മുതുവറ വീട്ടിൽ കൃഷ്ണനും വാസുദേവനുമാണ് 500-ൽ പരം വിവിധ പുസ്തകങ്ങൾ സൌജന്യമായി കൈമാറിയത്. ചടങ്ങിൽ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ KA പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ഇന്നത്തെ ഈ ചടങ്ങൊരു ചെറിയ ചടങ്ങാണെങ്കിൽ കൂടി ഈ ചടങ്ങിന്റെ ഉദ്ദേശം വലിയ മഹത്തരമായിട്ടുള്ള ഉദ്ദേശമാണ്. കഴിഞ്ഞ ആഴ്ചയാണ് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ 3-ാം വാർഡിനകത്തുള്ള അംഗനവാടിയുടെ സമീപത്തുള്ള പകൽ വീട് ഒരു വായനശാല പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള സൌകര്യം കഴിഞ്ഞ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിക്കകത്ത് പ്രസിഡന്റും ഭരണസമിതിയും വളരെ താൽപര്യപൂർവ്വം എടുക്കുകയും അതിനുവേണ്ടി വായനശാല ആരംഭിക്കുന്നതിന് വേണ്ടി പൊതുജനങ്ങളുടെ സഹായത്തോടുകൂടി 2000-ത്തോളം പുസ്തകങ്ങളും അതുപോലെ തന്നെ അതിനുവേണ്ട പ്രാഥമികമായിട്ടുള്ള സൌകര്യങ്ങളും പൊതുജനങ്ങളുടെ താൽപര്യപൂർവ്വം തന്നെ നമുക്ക് ചെയ്തു തീർത്ത് ഒരു ഗ്രാമീണ വായനശാല രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളായി മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായി നമ്മുടെ ഈ പരിസരത്തുള്ള ആളുകളോട് എല്ലാവരോടും നമ്മൾ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഒരുപാടുള്ള വീട്ടുകാരോടൊക്കെ നമ്മളുടെ വായനശാലയിലേക്ക് ഭാവിയിൽ വരുന്ന കുട്ടികൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലേക്ക് വായനാശീലം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മൾ ആവശ്യപ്പെടുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് വാസേട്ടൻ എന്നൊരു ദിവസം വീട്ടിലേക്ക് വിളിച്ച് വർഷങ്ങളായി അദ്ദേഹം അവരുടെ കുടുംബവും വായിച്ച് അതുപോലെ തന്നെ പൊന്നു സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു പുസ്തക ശേഖരം എനിക്ക് കാണിച്ചു തരികയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ആള് പറഞ്ഞു, ഞാനിതെല്ലാം വായനശാലയിലേക്ക് തരാൻ പോവുകയാണ്. എനിക്കും എന്റെ കുടുംബത്തിന് എപ്പോൾ വേണമെങ്കിലും ഈ വായനശാലയിൽ വന്ന ഈ പുസ്തകങ്ങൾ വാങ്ങുകയും വായിക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ. അപ്പൊ ഇത് മറ്റുള്ള പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ സമീപ പ്രദേശത്തെ ജനങ്ങൾക്കൊക്കെ ഇത് ഉപകാരപ്രദമാകുന്ന തരത്തിലേക്ക് മാറ്റണമെന്ന് അദ്ദേഹം ഒരു പൂർണ്ണ മനുഷ്യനാവണമെങ്കിൽ അവർക്ക് നോളജ് മാത്രം പോരാ, അറിവ് മാത്രം പോരാ. നമ്മൾ പറയും തിരിച്ചറിവ് എന്ന് പറഞ്ഞ സംഗ്രഹിക്കുന്നുണ്ട്. അതും കൂടിയും കിട്ടിയാലേ ഒരു പൂർണ്ണ മനുഷ്യനാവുള്ളൂ. ഈ തിരിച്ചറിവ് കിട്ടുന്നത് വായനയിലൂടെയാണ്, പിന്നെ നമ്മൾ പരിചയപ്പെടുന്ന വ്യക്തിത്വങ്ങളിലൂടെയാണ്. അപ്പൊ അത് കിട്ടാനായിട്ട് ഒരു വായനശാല ഇവിടെ തുടങ്ങുക, 3-ാം വാർഡിൽ തുടങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ സന്തോഷം തന്നെയാണ്. പിന്നെ ഇന്നിപ്പോ ഈ പുസ്തകങ്ങൾ കൊടുക്കുന്ന ഈ കുടുംബം എന്റെ അടുത്തുള്ളതാണ്. ഈ പുസ്തകങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഇവരുടെ അവരുടെ മരുമക്കളാണ് ഇവര്. ഒരു നാരായണൻ നമ്പീശ് ഉണ്ടായിരുന്നു, കവിയായിരുന്നു അവണിശ്ശേരി നാരായണൻ നമ്പീശ്. അദ്ദേഹത്തിന്റെ വണ്ണമാനം പുസ്തകങ്ങളുണ്ടായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ചെറുപ്പകാലത്ത് എന്നെ ഒരു വായനാശീലമുള്ള ഒരു വ്യക്തിയാക്കിയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്ത് വന്ന് ഞാൻ ഈ പുസ്തകങ്ങൾ ഒപ്പം തന്നെ ഇവിടെ പറഞ്ഞ പോലെ ഈ വായനശാല വേണ്ട രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിന്റെ കൂടെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ. കഴിയുമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഫിക്സഡ് ആയിട്ട് ഞായറാഴ്ചയോ ശനിയാഴ്ച എപ്പോഴും സ്കൂളില്ലാത്ത ദിവസം കുറച്ച് കുട്ടികളെങ്കിലും അവിടെ വരുത്തിക്കൊണ്ട് ഇതിലേതെങ്കിലും പുസ്തകങ്ങൾ അവരെ കൊണ്ട് വായിപ്പിച്ച് അതിന്റെ ഉള്ളടക്കങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് അതുപോലെ അതിന് പാട്ടുകളുണ്ട്, ആ പാട്ടുകൾ പാടിച്ചുകൊണ്ട് അവിടെ അംഗൻവാടി പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് പറ്റുന്ന പാട്ടുകളടക്കം അതിനകത്ത് ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ പ്രയോജനപ്പെടുത്തായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വായനശാല മാത്രമല്ല അതിന്റെ അതർ ആക്ടിവിറ്റീസിനും കൂടി നമ്മൾ തുടക്കം തൊട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരുപാടുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് കല്ലൂർമന KK വാസുദേവൻ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. അജിത KN, രാജേഷ് MK എന്നിവർ സംസാരിച്ചു. SNDP യോഗം അവണിശ്ശേരി ശാഖയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും മുതിർന്ന ശാഖാ അംഗങ്ങളെ ആദരിക്കുകയും
ചികിത്സാ സഹായ വിതരണവും നടത്തി. പെരിങ്ങോട്ടുകര യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ.സി. സതീന്ദ്രൻ SNDP ചികിത്സാ സഹായ വിതരണം ഉദ്ഘാടനം ചെയ്തു. SNDP അവണിശ്ശേരി ശാഖാ പ്രസിഡന്റ് M.K. കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ശാഖയായിരുന്നു. അതിലിപ്പോ ഞങ്ങൾ എല്ലാ വീടുകളിൽ സമീപിക്കുമ്പോൾ ആർക്കൊരു അഭിപ്രായ ഇതുവരില്ല. എല്ലാവർക്കും സഹായമാണ്. എല്ലാവരും നല്ല രീതിയിൽ ഞങ്ങൾ സഹകരിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ സാന്നിധ്യത്തില് വളരെയധികം കുറവുണ്ട്. 500 വീടുണ്ട് നമുക്ക് സഹായിക്കുക. വളരെ ഈ ശാഖ ഒരു 3.5 കിലോമീറ്ററോളം വ്യാപിച്ചിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ശാഖ 3 ശാഖയാകുന്ന കഴിഞ്ഞ വർഷവും ഇങ്ങനെ പരിപാടി ഉണ്ടാക്കിയ അങ്ങനെയായൊരു അറിവ് എന്തിനേലും ഇങ്ങനൊരു പരിപാടി അങ്ങനെ SNDP യോഗം എന്ന് പറയുമ്പോൾ നമ്മുടെ സമുദായത്തിന്റെ ഒരു സംഘടന തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. സമുദായ സംഘടന തന്നെയാണ് SNDP യോഗം. അതിൽ മെമ്പർഷിപ്പുള്ള ആൾക്കാരാണ് നിങ്ങളൊക്കെ. അതിലുള്ള മെമ്പർഷിപ്പുള്ള വീടുകളിൽ ഇവരാണ് മുന്നിരിക്കുന്നത്. അത് വളരെ പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും കണക്കുപ്രകാരം കേരളത്തിലെ ഏറ്റവും വലിയ ജനവിഭാഗം എന്ന് പറയുന്നത് ഇവരാണ്. കണക്കുപ്രകാരം തന്നെ ഞാൻ എടുത്തു പറഞ്ഞത് കണക്ക് ശരിയായിട്ടുള്ള കണക്കുകൾ വന്നതിന് ചിലപ്പോൾ നമ്മുടെ പ്രാതിനിധ്യം കുറഞ്ഞു പോയേക്കാം. അത് വേറൊരു വിഭാഗത്തിലേക്ക് മാറ്റപ്പെടുന്നതായിട്ട് SNDP യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ സുഭാഷ് തേങ്ങാമൂച്ചി മുതിർന്ന ശാഖാംഗങ്ങളെ ആദരിച്ചു. യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ഷിനി ശൈലജൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ശാന്ത കരുണാകരൻ ഗുരുസ്മരണ നടത്തി. ശാഖാ സെക്രട്ടറി ബാബുരാജ് പോട്ടയിൽ, ദീപ്തീഷ് കുമാർ, ബിജു മണപ്പട്ടി, MS വിജയൻ എന്നിവർ സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണത്തോടനുബന്ധിച്ച് സൌജന്യ മസ്റ്ററിംഗ് സംഘടിപ്പിച്ചു. ചെറുവത്തേരി 11ാം വാർഡ് അംഗം NB ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. KR ശ്രീനിവാസൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി നാട്ടിക കൺവീനർ സുനിൽ സൂര്യ, ജിനീഷ് VR, CR ബാലകൃഷ്ണൻ, KR ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജൂൺ 18 മുതൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സാമൂഹ്യക്ഷേമ പരിപാടികൾ നടക്കും. പരിപാടിയുടെ ഭാഗമായി 150ഓളം പേർ പാലക്കൽ അക്ഷയ കേന്ദ്രത്തിൽ സൌജന്യ മസ്റ്ററിംഗ് നടത്തി. ഈ കഴിഞ്ഞ 18-ാം തീയതി തൊട്ട് അടുത്ത 18-ാം തീയതി വരെ ഒട്ടേറെ സാമൂഹ്യ പദ്ധതികളാണ് നമ്മുടെ സംസ്ഥാനത്തുടനീളം ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ വിഭാവനം ചെയ്യുന്നത്. പ്രത്യേകിച്ച് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും അതുപോലെ ഒട്ടേറെ നന്മ ലക്ഷ്യമാക്കിയുള്ള സാധാരണക്കാരനെ ലക്ഷ്യമാക്കിയുള്ള ഒട്ടേറെ പദ്ധതികൾക്ക് രൂപം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണ് പ്രിയപ്പെട്ട വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ സൌജന്യമായി പെൻഷൻ മസ്റ്ററിംഗ് നടത്തുക. നമുക്കറിയാം, പെൻഷൻ മസ്റ്ററിംഗ് പത്രത്തിലൂടെയും TV മാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്ന മാത്രയിൽ തന്നെ ജനങ്ങൾ എത്രയും പെട്ടെന്ന് മസ്റ്ററിംഗ് ചെയ്യുന്ന രീതിയിലേക്ക്. ചേർപ്പ് ലൂർദ് മാത ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സിനി പ്രദീപ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് പ്രൊവിഡൻസ് തൃശൂർ എഡ്യൂക്കേഷൻ കൌൺസിലർ സിസ്റ്റർ ഫിലോജീസ് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ സിസ്റ്റർ ഹിദ ടെസ്റ്റിൻ സമ്മാനദാനം നിർവഹിച്ചു. വാർഡ് മെമ്പർ ധന്യ സുനിൽ, PTA വൈസ് പ്രസിഡന്റ് പന്തളം സജിത് കുമാർ, സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ സരിത പുലിക്കോട്ടിൽ, വൈസ് പ്രിൻസിപ്പാൾ TL ഷീബ എന്നിവർ സംസാരിച്ചു. ഭാരത പഞ്ചാംഗത്തിലെ ഏറ്റവും പാവനമായ ദിനമാണ് ഗുരുപൂർണിമയെന്ന് സ്വാമി ഭൂമാനന്ദ തീർത്ഥ പറഞ്ഞു. വെങ്ങിണിശ്ശേരി നാരായണാശ്രമ തപോവനത്തിൽ ഗുരുപൂർണിമയുടെ ഭാഗമായി അനുഗ്രഹ തത്വപ്രവചനം നടത്തുകയായിരുന്നു സ്വാമി. മഹാഭാരത യുദ്ധത്തിന് മുൻപ് അർജുനന് കുറ്റബോധവും പാപഭീതിയും മൂലം ഒന്നും ചെയ്യാനാകാതായപ്പോൾ കൃഷ്ണനെ ഗുരുസ്ഥാനത്ത് അവരോധിച്ച് ഉപദേശം ചോദിച്ചു. തന്നെ സമീപിക്കുന്ന ശിഷ്യന് ഗുരു താൻ നേരിട്ട് സാക്ഷാത്കരിച്ച അറിവ് പകരുന്നു. സഹസ്രാബ്ദങ്ങളായി അങ്ങനെയാണ് ഗുരുപരമ്പര ഭാരതത്തിൽ നിലനിന്നു വന്നിട്ടുള്ളത്. പ്രത്യക്ഷ ഗുരുപാദ പൂജ, ഭജന എന്നിവയും ഉണ്ടായി. വിദേശത്തു നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേർ പങ്കെടുത്തു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ആധ്യാത്മ ശിബിരം ജൂലൈ 23 തുടങ്ങും. 28 സമാപനം.
അവണിശ്ശേരി ഫെസ്റ്റ് 2024 നടത്തപ്പെടുന്ന അഖില കേരള നാടകോത്സവത്തോടനുബന്ധിച്ച് അരങ്ങിലെത്തിക്കുന്ന അസുരതാളം നാടകത്തിന്റെ പരിശീലന കളരി ആരംഭിച്ചു. അവണിശ്ശേരി സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ആരംഭിച്ച നാടകക്കളരിയുടെ ഉദ്ഘാടനം അവണിശ്ശേരി ഫെസ്റ്റ് പ്രസിഡന്റ് വേണുഗോപാൽ നിർവഹിച്ചു. സജീവ് തണ്ടാശ്ശേരി അധ്യക്ഷത വഹിച്ചു. അവണിശ്ശേരി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ കലാകാരന്മാർ അഭിനയിക്കുന്ന അസുരതാളം നാടകം രചിക്കുന്നത് ശൈലേഷ് കുമാറും സംവിധാനം സജീവ് തണ്ടാശ്ശേരിയുമാണ് നിർവഹിച്ചിരിക്കുന്നത്. ഡിസംബർ 31 അസുരതാളം നാടകം അരങ്ങിലെത്തുക. അവണിശ്ശേരി ഫെസ്റ്റിൽ അഖില കേരള നാടകോത്സവത്തോടനുബന്ധിച്ച് ഡിസംബർ 22 മുതൽ 30 വരെ രാത്രി 9 നാടക മത്സരത്തിൽ വിജയിക്കുന്ന നാടകങ്ങളാണ് അവതരിപ്പിക്കുക. അവണിശ്ശേരി ഫെസ്റ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ പ്രിൻസൺ അവണിശ്ശേരി, ജനറൽ കൺവീനർ ഗിരീഷ് പെരിഞ്ചേരി, സെക്രട്ടറി CR പ്രകാശ് എന്നിവർ സംസാരിച്ചു. 9 നാടകങ്ങളുടെ ഒരു മത്സരം നടത്തുകയാണ്. 1 മണിക്കൂർ നീളുന്ന 9 നാടകങ്ങളാണ് അവണിശ്ശേരി ഫെസ്റ്റിനോടൊപ്പം ഇപ്രാവശ്യം മത്സരിക്കുന്നത്. അതിൽ ആദ്യ നാടകത്തിന് ഫസ്റ്റ് കിട്ടുന്ന നാടകത്തിന് 25,000 രൂപയും 15 രണ്ടാമത് കിട്ടുന്നതിന് 15,000, മൂന്നാമത് കിട്ടുന്നതിന് 10,000 രൂപയും സമ്മാനങ്ങൾ നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു നാടകോത്സവം നടത്തുന്നത്. അപ്പോൾ വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തുന്നത്. തൃശൂർ വിൽവട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മാസ്ക് ധരിച്ചെത്തി അജ്ഞാതൻ തീയിട്ടു. സംഭവത്തിൽ ഒരു ജീവനക്കാരനെ പരിക്കേറ്റു. ശനിയാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് സംഭവം. ഓഡിറ്റിംഗ് നടക്കുന്നതിനാൽ 3 ജീവനക്കാരാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. മാസ്ക് ധരിച്ചെത്തിയ അക്രമി ജീവനക്കാരോട് തട്ടിക്കയറിയ ശേഷം കയ്യിൽ കരുതിയിരുന്ന കുപ്പിയിലെ ദ്രാവകമൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. സംഭവത്തിൽ സീനിയർ ക്ലർക്ക് അനൂപ് ധരിച്ചിരുന്ന ജീൻസിന് തീ പിടിച്ചാണ് ഇയാൾക്ക് പരിക്കേറ്റത്. ജീൻസ് പെട്ടെന്ന് ഊരിയെറിഞ്ഞതോടെയാണ് അനൂപ് രക്ഷപ്പെട്ടത്. ഇയാളുടെ കാലിനേറ്റ പരിക്ക് ഗുരുതരമല്ല. ഓഫീസിലെ ഫയലും ഫാർമസി റൂമിലെ മേശപ്പുറത്തിരുന്ന മരുന്നുകളും കത്തി നശിച്ചു. തീയിട്ട ശേഷം ഓടി രക്ഷപ്പെട്ട അക്രമിയെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 18 ഒരാൾ ഹെൽത്ത് സെന്ററിലെത്തി താൻ വാങ്ങിയ മരുന്നിന് ഗുണമേന്മയില്ലെന്ന് പറഞ്ഞ് ബഹളം വെച്ചിരുന്നു. ഇയാളാണോ അക്രമം നടത്തിയതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. SP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വിയൂർ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാക്കി. തൃക്കൂർ കല്ലൂർ കോട്ടായിയിൽ മധ്യവയസ്കനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലൂർ ഏറാട്ടുപറമ്പിൽ ലോനപ്പൻ മകൻ 55 വയസ്സുള്ള കൊച്ചുപോളാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 8 മണിയോടെയാണ് കോട്ടായിലെ പഞ്ചായത്ത് കുളത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. കുളത്തിനോട് ചേർന്നുള്ള മോട്ടോർ പമ്പ് ഹൌസിലാണ് ഇയാൾ താമസിച്ചിരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സാണ് മൃതദേഹം പുറത്തെടുത്തത്. പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ചാത്തക്കുടം വള്ളൂർ പരമേശ്വരൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. ഭാര്യ ചാത്തപ്പാടി സതി, മക്കൾ സുധീഷ്, സുബിൻ, മരുമകൾ സൂര്യ. കോടന്നൂർ ശാസ്താംകടവ് വടാശ്ശേരി കാറ്റാനി അമ്മ മകൻ ഹരിഹരൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. ഭാര്യ കരിപ്പൂര് ശാന്ത, മക്കൾ രഞ്ജിത്ത്, രാജി സുനിൽകുമാർ, മരുമക്കൾ നിധ സുനിൽകുമാർ. വല്ലച്ചിറ കാട്ടൂക്കാരൻ മാത്യു ഭാര്യ ആലീസ് നിര്യാതയായി. 61 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. ആശ, റോസ്, ആൻ മേരി എന്നിവർ മക്കളും നിക്സൺ മരുമകനുമാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6,780 രൂപ, പവന് 54,240 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൃശൂർ പുതുക്കാട്, ചെങ്ങാലൂർ, കുണ്ടുക്കടവ്, ആറ്റപ്പള്ളി പ്രദേശങ്ങളിലുണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. 4 വീടുകളിലും ഒരു കാറിന് മുകളിലും മരങ്ങൾ കടപുഴകി വീണു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 61ാമത് ഓണാഘോഷം ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന കലാമത്സരങ്ങളുടെ ഭാഗമായി ചിത്രരചനാ മത്സരങ്ങൾ നടന്നു. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് മെറിറ്റ് ഡേ തൃശൂർ റൂറൽ SP ഡോക്ടർ നവനീത് ശർമ്മ ഉദ്ഘാടനം ചെയ്തു.
അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിൽ ആരംഭിക്കാൻ പോകുന്ന ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഗ്രാമീണ വായനശാലയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി. SNDP യോഗം അവണിശ്ശേരി ശാഖയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും മുതിർന്ന ശാഖാ അംഗങ്ങളെ ആദരിക്കുകയും ചികിത്സാ സഹായ വിതരണം നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.